പോസ്റ്റിംഗ് ഡേ ആണെന്ന് തന്നെ പറയാം. പക്ഷെ ഞങ്ങൾക്കല്ല, ഞങ്ങളുടെ സീനിയേഴ്സിന്. അവരോട് പോകാൻ ഇറങ്ങിയതാണ് ഞാനും അക്ഷയും. അങ്ങനെ ഞങ്ങളുടെ കോളേജ് ബസ് വന്നപ്പം എല്ലാവരും കൂടെ അതിലോട്ട് കയറി, കൂടെ ഞങ്ങളും. സംഭവം ഞങ്ങളുടെ കോളേജ് ഹോസ്പിറ്റലിലോട്ടല്ല ഇന്നത്തെ പോസ്റ്റിംഗ്. ഞങ്ങളുടെ കോളേജിൽ നിന്ന് കുറച്ച് ദൂരെയായിട്ടുള്ള ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ഇന്നത്തെ പോസ്റ്റിംഗ്. അങ്ങനെ കുറെ കാടും മലയൊക്കെ താണ്ടി ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് എത്തി. അവിടെ ചെന്ന് സീനിയേഴ്സ് ഞങ്ങൾക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റ്സ് എല്ലാം കാണിച്ചു തന്ന് ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴേക്കും അടുത്തൊരു പള്ളി കണ്ടു. ഇവിടെ പള്ളിയൊക്കെ കുറച്ച് റെയറാ. അത് കണ്ടപാടെ ഞാൻ അക്ഷയനെ വിളിച്ചിട്ട് നേരെ അവിടെ പോയി കുറച്ച് നേരം ഒന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ആ ഹോസ്പിറ്റലിലോട്ട് വന്നപ്പോഴേക്കും നല്ല മോഡിഫൈ ചെയ്തൊരു വണ്ടി കണ്ടു. സംഭവം നല്ല കളർഫുൾ ആയിട്ടൊരു വണ്ടിയായിരുന്നു. അതുകൊണ്ട് ഞാനും അക്ഷയം കുറച്ചിട്ട് നോക്കി നിന്നുപോയി. പിന്നെയാണ് മനസ്സിലാവുന്നത് അത് ഡെഡ് ബോഡി കൊണ്ടുവന്ന വണ്ടിയാണെന്ന്. തിരിച്ച് ഞങ്ങളുടെ ഫാക്കൽറ്റീസിന്റെ അടുത്തോട്ട് ചെല്ലാൻ വേണ്ടി ഞങ്ങൾ വഴി നോക്കിയപ്പോഴേക്കും എല്ലാരും പറയും നമ്മള് വന്നവരും മറക്കരുത്, വന്നവരും മറക്കരുത്. പക്ഷെ ഞങ്ങള് വന്നവരും മറന്നു. പിന്നെ എങ്ങനെയാ ഞങ്ങളുടെ അഖില മാമിനെ ഞങ്ങൾ കണ്ടുപിടിച്ചു. പിന്നെ മാമും നാൻസി മാമും കൂടെ ഒരു കട കാണിച്ചു തരാന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ടുപോയി. അങ്ങനെ ഈ അടിപൊളി വെയിലത്ത് ഞങ്ങൾ അവരെ ഫോളോ ചെയ്ത് എത്തിയതാ ഈ ഒരു കടയിലോട്ടാ. ഈ കടയുടെ സ്പെഷ്യാലിറ്റി എന്തെന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ പഴയ മുഖ്യമന്ത്രിയായ ജയലളിത അമ്മ സ്റ്റാർട്ട് ചെയ്ത പാവങ്ങൾക്ക് വേണ്ടി ഒരു കടയാട്ടോ. സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടത്തെ ഫുഡ് 1 രൂപയ്ക്ക് തൊട്ട് 5 രൂപയ്ക്ക് വരെ കിട്ടും. അവിടെ നിന്ന് അക്ഷയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും വേറൊരു കടയിൽ പോയിട്ട് ഒരു റോസ് മിൽക്കും പപ്സും കഴിച്ചിട്ട് നേരെ ഹോസ്പിറ്റലിലോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ സീനിയർ ചേട്ടൻ ഒരു പേഷ്യന്റിന് പ്രിക്കോഷൻസ് പറഞ്ഞു കൊടുക്കുന്നതെന്ന് കാണിച്ചു തന്നു. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ ബസ്സിൽ കയറി നേരെ വീട്ടിലോട്ട് വിട്ടു. അപ്പം അത്രയുള്ളൂ. ഓക്കെ, ബൈ.